അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വൈദ്യൻ വൈദ്യനെങ്കിലും ഒരു ചികിത്സാക്കടാണ് സാധാരണയായിട്ട് മാനസിക രോഗിങ്ങവും അതുപോലെ തടിയിൽ ശൈത്താൻ കൂടിയങ്കല്ല ചികിത്സിക്കടയിൽ അങ്ങനെ മക്കത്ത് മുശ്രിക്കിങ്ങ അയാളെ സമീപിച്ചിട്ട് ഞങ്ങളെ റായത്തിൽ ഒരു മാനസിക രോഗിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അങ്ങനെ ചെല്ലെ അയാളെ തടിക്ക് എന്തോ കൂടി അതുകൊണ്ടു അയാളെ ഒന്ന് നിങ്ങൾ ചികിത്സ ആക്കിയിട്ട് സുമാറാക്കിയിട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇനാമ നിങ്ങൾ തണ്ട ആശ അങ്ങനെ അയാൾക്ക് വേറെ കൃഷി ചെയ്ത് അയാൾ ഒപ്പിട്ടു. അങ്ങനെ അയാളെല്ലാം ഒപ്പാടിയിട്ട് അങ്ങനെ എന്താക്കിയ നിമിത്തങ്ങളെ ഹദ്റത്തിലേക്ക് കടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് അയാൾ ചെന്ന് യാ മുഹമ്മദ് ഇന്നക തഖൂലു അഷ്യാ ഓ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തെല്ലാം ചെന്നിട്ടുള്ളാറല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചികിത്സ ആക്കണോണ്ട് നിങ്ങളെ കൗമ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഹല്ലക്കാൻ ഉദാവിയൊക്ക നിങ്ങൾക്ക് ചികിത്സ കട്ടാക്കിയെടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നാന് എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ദുഷ്ടശക്തി കൂടിയതുമല്ല, നാന് പിന്നെ മാനസിക രോഗിയുമല്ല, ഞാൻ അള്ളാഹുടെ റസൂലായിട്ട് ഇവിടെ ചെന്നിട്ട് അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾക്ക് ചെന്നു ഇതിക്ക് പ്രൂഫായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേന അപ്പൊ അയാൾ ചെന്നു ഒക്കെ പ്രൂഫ് കാട്ടും. നിങ്ങൾ യഥാർത്ഥ റസൂൽ ഉണ്ടായ നിങ്ങൾ പ്രൂഫ് കാട്ടും. ഉദാഹരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അയാളുടെ ബാക്കിൽ ഒരു മരം കഴിഞ്ഞു. ആ മരത്തിൽ ഒരു മരത്തിങ്ങനെ ഇഷാറത്താക്കി വിളിച്ചിട്ട് ആനെ ആ മര ഗുണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് നിന്നിട്ട് എന്നിട്ട് ഹത്തന്തഹിയ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്ന് നിന്നിട്ട് നിന്നൽ പിന്നെ ആ മരത്തോട് നബി തങ്ങൾ ചെന്ന് ഇർജിഇല മക്കാനിക് നിന്റെ പക്കത്തിലേക്ക് നീ പോ മടങ്ങി ചെന്നു. അങ്ങനെ ആ മര മടങ്ങിയിട്ട് അതേ പക്കത്ത് പോയി നിന്നിട്ട് ഇത് നോക്കിയിട്ട് ഈ മനുഷ്യ ദിഗ്ഭ്രാന്തായി പോയിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ട് എന്നിട്ട് അയാള് ചെന്ന് വല്ലാഹി ലാ ഉകദ്ദിബുക ബിശൈഇൻ തഖൂലു ബഅദഹാ അബദ ഇനി നിങ്ങൾ ചൊല്ല ഒരു കാര്യത്തെയും ഞാൻ കളവാക്കില്ല. ചെന്നിട്ട് അയാളെ ആരെ കടത്തിരെ അങ്ങോട്ട് പോയിട്ട് അയാൾ ചെന്നു യഥാർത്ഥത്തിൽ പിറാന്ത് നിങ്ങൾക്കായിട്ട് നാഭ്യാസിന് അയാൾക്ക് പിറാന്നിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് മറന്നാക്കണം. കാരണം ഇത്രയും സ്പഷ്ടമായിട്ട് ഒരാള് ദീന്റെ വിശേഷം തന്നിട്ട് അതൊക്കെ പിന്നെ പ്രൂഫ് മുന്നിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ അതിന് നിരാകരണയാക്കിയിട്ടുള്ള നിങ്ങായിട്ട് യഥാർത്ഥത്തിൽ പിരാന്തമാർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മറന്നാക്കണം അയാൾ ചെന്ന്. അപ്പോ അതായിരിക്കും നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.